നോക്കൂ ഞങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ യൂണിറ്റ് 2ൻ്റെ 2ാമത്തെ പാഠമാണ്. 1ാമത്തെ പാഠം നമ്മൾ പഠിച്ചതാണ് കോയയെക്കുറിച്ചുള്ള പാഠം. ഓർമ്മയുണ്ടോ ഞങ്ങളെ? നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. എല്ലാ വിഷയത്തിൻ്റെയും നമ്മുടെ ഓരോ പാർട്ടായിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് അത് എഴുതിയെടുക്കണം കേട്ടോ. ഏത് വിഷയത്തിൻ്റെ ആണെങ്കിലും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിറ്റ് 2ൻ്റെ 2ാമത്തെ പാഠം ഗാന്ധിജിയുടെ അതിഥി എന്നാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജീവിത പൊരുളുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അർത്ഥതലങ്ങളിലേക്കും പ്രകാശം പരത്തുന്ന ഒരു കവിതയാണ് കുഞ്ഞുങ്ങളെ. ഏതാ? ഗാന്ധിജിയുടെ ഇതൊരു കവിതയാണ്. നിങ്ങളുടെ ടെസ്റ്റ് തുറന്നു വെക്കണേ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു ബാലൻ ഗാന്ധിജിയുടെ ആശ്രിതനായി ആശ്രമത്തിൽ ജീവിക്കാൻ അനുവാദം ചോദിച്ചു കൊണ്ടുവരുന്ന സന്ദർഭത്തെ ആധാരമാക്കിയ ഒരു കവിതയാണ് ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കവിതയാണ് നിങ്ങളുടെ കയ്യിൽ. എല്ലാവരുടെയും കയ്യിൽ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിനകത്തിൽ ആ കവിത എഴുതിയേക്കുന്നത് കാണാം. നോക്കണേ കുഞ്ഞുങ്ങളെ. ആ കവിതയുടെ അർത്ഥം എന്തോ നോക്കിക്കേ. പ്രശസ്തിയുള്ള വാർധ എന്ന ഗാന്ധിജിയുടെ ആശ്രമത്തിൻ്റെ പേരെന്താണ്? വാർധ. ഒരു വെറൈറ്റിയാണ് അല്ലേ? വാർധ എഴുതാൻ അറിയണേ കേട്ടോ. പുലരിക്കതിരിനെ പോലെ ശോഭിക്കുന്ന ഒരു കുട്ടി പുലരിയിൽ പടി കടന്ന് പിഞ്ച് കാല് വെച്ച് എത്തിച്ചേർന്നു. കീറി പൊളിഞ്ഞതാണ് അവൻ്റെ വേഷം. ഇനി ആ ഗാന്ധിജിയുടെ അടുത്ത് വന്ന കുട്ടിയുടെ പ്രത്യേകത നോക്കണേ കുഞ്ഞുങ്ങളെ. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. എങ്ങനെ? കീറി പൊളിഞ്ഞതാണ് അവൻ്റെ വേഷം. ഏറെ തളർന്നു കുഴഞ്ഞതാണ് അവൻ്റെ ഭാവം. അവൻ്റെ ചുറ്റും എത്തി ഉത്സുകരായി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചവരോട് അവൻ പറഞ്ഞു, എനിക്ക് ബാപ്പുജിയെ കാണണം. അവൻ എന്താ പറഞ്ഞത്? എനിക്ക് ബാപ്പുജിയെ കാണണം. അനേകം ആളുകൾ വരിവരിയായി നിരന്ന് നിൽക്കുന്ന കാര്യശാലയിൽ ഒരു പായിൽ നൂറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് കർമ്മയോഗിയായി നമ്മുടെ ബാപ്പു ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടി വരുന്നതും അല്ലേ ഇത് ഓരോരുത്തരൊക്കെ ചുറ്റി ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ ഈ ബാപ്പുജി അവിടെ ഇരുന്ന് എന്തെടുക്കുകയായിരുന്നു? അവിടുത്തെ കാര്യശാലയിൽ ഒരു പായയിൽ നൂറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് കർമ്മയോഗിയായ ബാപ്പു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. തന്നെ കാണാൻ വന്ന ആ കൊച്ചു സന്ദർശകനെ വേഗം അടുക്കൽ വിളിച്ചിരുത്തി ബാപ്പു അവനെ കരങ്ങൾ കൊണ്ട് തഴുകി. ആ സമയം ഇടറിയ സ്വരത്തോടെ അവൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും പെട്ടുപോയി. ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കാരുമില്ല. തുടർന്ന് അവനെന്താ കണ്ണുനീര് കൊണ്ട് ഒന്നും പറയാനും കഴിഞ്ഞില്ല. അവൻ്റെ വേദനകൾ ഉൾക്കൊണ്ട് ആ ദുഃഖമെല്ലാം മാറ്റിക്കളയാൻ ഉതകുന്ന സ്നേഹത്തോടെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയാ? എൻ്റെ മകനെ, ഈ കാണുന്ന ആശ്രമത്തിൽ വസിക്കുന്ന ഞങ്ങളും എല്ലാവരും നിനക്കുള്ളതാണ്. ഇവിടെ നീ എൻ്റെ ഓമന ഉണ്ണിയാണ്. ഇനി നീ മറ്റെങ്ങും പോവുകയും വേണ്ട. ആശ്രമത്തിൽ വന്നു ചേർന്ന നേതാക്കന്മാരും പത്രക്കാരും ചക്രവർത്തിയുടെ ദൂതന്മാരും എല്ലാവരും പിരിഞ്ഞുപോയപ്പോൾ മഴ പെയ്ത് പൂർണ്ണമായും തീർന്നിട്ടും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന നേരിയ തണുപ്പ് പോലെ അവൻ മാത്രം ആശ്രമത്തിൽ ഏകനായി. യാതൊരു ക്ഷീണവുമില്ലാതെ ആ സമയത്തും ചർക്കയിൽ നൂറ്റിരുന്നുകൊണ്ടിരുന്ന ആ ഗുരു ഇങ്ങനെ പറഞ്ഞു, മകനെ, നിനക്ക് എന്തോ പറയാനുണ്ട് അല്ലേ? എന്താണ് വേണ്ടത്? നീ വേഗം എന്നോട് പറയൂ അല്ലേ? ആ സമയം ഗാന്ധിജിയുടെ അരികിലെത്തി ഉണ്ണി പറഞ്ഞു, എനിക്കൊരു ജോലിയും അറിയില്ല. എനിക്ക് ഒരു ജോലിയും അറിയില്ല. ഞാൻ അലസനായിട്ട് ഒരു തൊഴിലും എടുക്കാതെ എങ്ങനെ ഞാൻ ജീവിക്കും? അവൻ്റെ വാക്കുകൾ കേട്ട് അഭിമാനം കൊണ്ടുണ്ടായ കണ്ണീരോടെ ഉണ്ണിയെ ഗാന്ധിജി ആലിംഗനം ചെയ്ത് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, 1ഉം 10ഉമല്ലേ, 100 കോടിയെ 100 കോടിയെ സംരക്ഷിച്ചിട്ടും ഇനിയും ഈ അമ്മയ്ക്ക്, അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതാംബ കേട്ടോ, അല്ലെങ്കിൽ ഭാരതാംബയ്ക്ക് അവരുടെ മടിത്തട്ടിൽ നിന്നെ താമസിപ്പിക്കാനും നിനക്ക് അർഹമായ വേല നൽകാനും സ്ഥലമുണ്ട്. നിൻ്റെ ഉണ്ണിക്കരത്തിന് പെറ്റ നാടിൻ്റെ, അതായത് നമ്മുടെ ജന്മനാടിൻ്റെ കണ്ണീരൊപ്പാൻ കഴിയുമെന്ന് വന്നാൽ ഈ അമ്മയ്ക്ക്, അതായത് നമ്മുടെ ഭാരതത്തിന് പിന്നെ എന്താണ് ദുഃഖം? അങ്ങനെയുള്ള ഒരു അമ്മ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കും പിന്നെ എന്താണ് ദുഃഖം എന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ആ കവിതയുടെ ആശയം ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആണ് അറിയേണ്ടത് അല്ലേ? പദപരിചയം കുറേ അതിനകത്തിലുണ്ട്. ഏതൊക്കെയാണ്? 1 ബാഷ്പം, കണ്ണുനീര്; മന്ദസ്മിതം, പുഞ്ചിരി; ഗദ്ഗദം, ഇടർച്ച; ഇക്ഷണം, പെട്ടെന്ന്; ആറ്റുക, ശമിപ്പിക്കുക; മൊഴിയുക, പറയുക; പാർക്കുക, താമസിക്കുക; പോറ്റുക, സംരക്ഷിക്കുക. ഇതൊക്കെയാണ് ഈ പാഠത്തിനകത്തിലെ. ഇത് ഒത്തിരി ഉണ്ട്. ഞാൻ കുറച്ച് 2, 4, 6, 8 എഴുതിയിട്ടുള്ളൂ കേട്ടോ.
അതൊക്കെ വൃത്തിയായിട്ട് പഠിക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കേ. ഇവിടെ നമ്മുടെ ആശ്രമത്തിൻ്റെ പേരാണ്. വാർധയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാവങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മളത് പറഞ്ഞു അല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങൾ? വാർധയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാവങ്ങൾ എങ്ങനെയായിരുന്നു? വാർധയിലെ ആശ്രമത്തിൽ പ്രഭാതത്തിലാണ് ആ ബാലൻ വന്നത് അല്ലേ? പുലരിയിൽ എന്ന് പറയുന്നുണ്ട്. വാർധയിലെ ആശ്രമത്തിൽ പ്രഭാതത്തിലാണ് ആ ബാലൻ വന്നത്. ആകെ കീറിപ്പോയ ഉടുപ്പും നിക്കറുമായിരുന്നു അവൻ്റെ വേഷം. അവൻ്റെ മുഖം വാടിത്തളർന്നതായിരുന്നു. അതൊക്കെ നല്ലതുപോലെ പഠിക്കണേ. എങ്ങനെയൊക്കെയായിരുന്നെന്ന്? വാർധയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാവങ്ങൾ എങ്ങനെയുള്ളായിരുന്നു? വാർധയിലെ ആശ്രമത്തിൽ പ്രഭാതത്തിലാണ് ആ ബാലൻ വന്നത്. ആകെ കീറിപ്പോയ ഉടുപ്പും നിക്കറുമായിരുന്നു അവൻ്റെ വേഷം. അവൻ്റെ മുഖം വാടിത്തളർന്നതായിരുന്നു. കേട്ടോ? രണ്ടാമത്തെ, ചുറ്റും അണഞ്ഞ് ചോദ്യങ്ങൾ തീർത്തവരോട് കുട്ടി പറഞ്ഞത് എന്താണ് എന്ന് വെച്ചാൽ, വട്ടം കൂടിയ ആൾക്കാരോട്, അവിടെ ഇവനെ കണ്ടുകൊണ്ട് അവിടെ ഇവിടെയൊക്കെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ അടുത്ത് വന്നല്ലേ. ചുറ്റും അണഞ്ഞ് ചോദ്യങ്ങൾ തീർത്തവരോട് കുട്ടി പറഞ്ഞത് എന്താ? ചുറ്റും വന്നെത്തി ചോദ്യങ്ങൾ ചോദിച്ചവരോട് ഒരു കാര്യം മാത്രമേ ഉണ്ണി പറഞ്ഞുള്ളൂ, എനിക്ക് വേഗം ബാപ്പുജിയെ കാണണമെന്ന് അല്ലേ? എനിക്ക് ബാപ്പുജിയെ കാണണമെന്ന്. കുട്ടി കണ്ട ഗാന്ധിജിയെ കവി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? കുട്ടി കണ്ട ഗാന്ധിജിയെ കവി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഒരു ചെറിയ പായ വിരിച്ച് അതിന്മേലിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നൂൽക്കുന്ന ഗാന്ധിജിയാണ് കുട്ടി കണ്ടത്. ഒരു ചെറിയ പായ വിരിച്ചിട്ട് അതിന്മേലിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നൂൽക്കുന്ന ഗാന്ധിജിയെയാണ് കുട്ടി കണ്ടത്. 3 ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ പറ്റുന്നുണ്ടല്ലോ? എഴുതിയെടുക്കട്ടെ. അടുത്ത നാലാമത്തെ നോക്കിയോ നിങ്ങളെ. പോയി തെന്ന അച്ഛനും അമ്മയും ഞാൻ ഏകൻ, എനിക്കിനി ആരുമില്ല എന്ന് സങ്കടപ്പെട്ട കുട്ടിയെ ഗാന്ധിജി സമാധാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? എൻ്റെ അച്ഛനും അമ്മയും പോയി, ഞാൻ ഏകനാണ്, എനിക്കാരുമില്ല എന്ന് സങ്കടപ്പെട്ട കുട്ടിയെ ഗാന്ധിജി സമാധാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? തനിക്കാരുമില്ലെന്നും താൻ ഏകനാണെന്നും പറഞ്ഞ ഉണ്ണിയോട് ഗാന്ധിജി പറഞ്ഞു, എൻ്റെ കുഞ്ഞേ, ഈ കാണുന്ന ആശ്രമമടക്കം എല്ലാം നിനക്കുള്ളതാണ്. ഇവിടെ നീ എൻ്റെ ഓമനയായ ഒരു കുഞ്ഞു മാത്രമായിരിക്കും അല്ലേ? ഒരു സ്ഥലത്തും നീ ഇനി പോവുകയും വേണ്ട. അതാ കഥ വായിച്ചാൽ നമുക്ക് അതിനകത്ത് നിന്ന് എഴുതാൻ പറ്റും അല്ലേ? അത്രയേ ഉള്ളൂ. തനിക്ക് ആരുമില്ലെന്നും താൻ ഏകനാണെന്നും പറഞ്ഞ ഉണ്ണിയോട് ഗാന്ധിജി പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഈ കാണുന്ന ആശ്രമമടക്കം എല്ലാം നിനക്കുള്ളതാണ്. ഇവിടെ നീ എൻ്റെ ഓമനയായ ഒരു കുഞ്ഞു മാത്രമായിരിക്കും. ഒരു സ്ഥലത്തും നീ ഇനി പോവുകയും വേണ്ട എന്നാണ് പറഞ്ഞത്. മകനെ, പറഞ്ഞോളൂ വേണ്ട കാര്യം എന്ന് ചോദിച്ച ഗാന്ധിജിയോട് കുട്ടി പറഞ്ഞത് എന്തായിരുന്നു അല്ലേ? അവിടെ നിന്ന് നൂത്തോണ്ടിരുന്നപ്പം ഇവനിങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഗാന്ധിജി ചോദിച്ചു, നിനക്ക് എന്താ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലേ? എനിക്ക് ഒരു ജോലി പോലും എനിക്ക് ചെയ്യാൻ അറിയില്ല. എന്നും ഞാനിങ്ങനെ അലസനായി ഇവിടെ എങ്ങനെ ജീവിക്കും എന്നുമുള്ള ആശങ്കയാണ് കുട്ടി ഗാന്ധിജിയോട് പറയുന്നത്. ഒരു ജോലി പോലും എനിക്ക് ചെയ്യാൻ അറിയില്ല, എന്നും അലസനായി ഇവിടെ എങ്ങനെ ഞാൻ ജീവിക്കും എന്നുള്ള ആശങ്കയാണ് കുട്ടി ഗാന്ധിജിയോട് പറയുന്നത്. നല്ല ചോദ്യമല്ലേ? 6, ഇനിയും അമ്മയ്ക്കും അടിത്തട്ടിൽ ഇടമുണ്ട് നിങ്ങൾക്ക് വേല നൽകാൻ. ആരെയാണ് ഇവിടെ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭാരതാംബ അല്ലേ? ഭാരതാംബ അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെയാണ് അമ്മ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. 6 ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ നിങ്ങൾ അതിനകത്തിൽ കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന് പറയുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം. എം ഗീതാഞ്ജലി എഴുതിയ നമ്മുടെ ബാപ്പുജി എന്ന പുസ്തകത്തിലെ കുറച്ച് ഭാഗമാണ് ഈ പാഠഭാഗം. എം ഗീതാഞ്ജലി എഴുതിയ നമ്മുടെ ബാപ്പുജി എന്ന പുസ്തകത്തിലെ കുറച്ച് ഭാഗമാണ് ഈ പാഠഭാഗം. നമ്മുടെ ബാപ്പുജി എന്ന പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഗാന്ധിജി കണ്ട കുട്ടി എന്ന ലഘുഭാഗം. വർക്ക്ഷോപ്പിൻ്റെ ഒരറ്റത്ത് ഒരു കുട്ടി ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോലി കഴിഞ്ഞ് കൂട്ടുകാർ വരുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം കൊടുക്കണം അല്ലേ? അവൻ ജോലിയിൽ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് ഗാന്ധിജി അരികിലൂടെ നടന്നു പോയത് അവന് അറിഞ്ഞില്ല. ഗാന്ധിജി പുറത്തു വന്നപ്പോൾ അവിടെ നിന്ന കുട്ടികൾ പറഞ്ഞു, അവൻ ഗാന്ധിജി വന്നതുപോലും അറിഞ്ഞില്ല. നോക്കിയേ, അവനവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, അവന് ഗാന്ധിജി വന്നതുപോലും അറിഞ്ഞില്ല. ഗാന്ധിജി ഈ വാക്കുകൾ കേട്ടിട്ട് മറുപടി പറഞ്ഞു, എന്താ? മോനെ, എന്നെ ശരിയായി മനസ്സിലാക്കിയത് അവൻ മാത്രമാണ്.
ആത്മാർത്ഥമായി ജോലി ചെയ്യണം. നമ്മൾ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിൽ മാത്രം ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കാൻ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ അടുക്കളയിൽ എന്തോ ചെയ്യുന്നു, അച്ഛൻ എന്തോ ചെയ്യുന്നു, അമ്മൂമ്മ ടി വി വെച്ചിട്ടുണ്ടോ, അപ്പൂപ്പൻ ടി വി വെച്ചിട്ടുണ്ടോ, ഇളയ പിള്ളേർ കളിക്കുന്നുണ്ടോ, അടുക്കളയിൽ വല്ലതും വെക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ അല്ലേ. ആ പഠിക്കുന്ന സമയത്ത് ആ ബുക്കിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഇരിക്കുക. മോനെ, എന്നെ ശരിയായി മനസ്സിലാക്കിയത് അവൻ മാത്രമാണ്. ആത്മാർത്ഥമായി ജോലി ചെയ്യണം. നമ്മൾ നന്നായി ജോലി ചെയ്യുമ്പോൾ പൂർണ്ണമായും അതിൽ മനസ്സിരുത്തണം. ഇതാണ് ഗാന്ധിജി ഉപദേശിച്ചിരുന്നത്. അത് ആ കുട്ടികൾ പാലിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനകത്തിൽ ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന് പറയുന്ന ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതിനെ ഒന്ന് ചുരുക്കി എഴുതിയേക്കുവായത് ആ കഥ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഗാന്ധിജിയുടെ പാഠത്തിനകത്ത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ആ കഥ നല്ലതുപോലെ ആ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് വൃത്തിയായിട്ട് പഠിക്കുക. ഒരു 6 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് വൃത്തിയായിട്ട് പഠിക്കുക. ഇത് പിന്നെ ഗാന്ധിജിയെ കണ്ട കുട്ടിയെക്കുറിച്ചാണ്. ഗാന്ധിജി അടുത്തൂടെ പോയപ്പോഴും ആ കുട്ടി കണ്ടില്ല. കാരണം എന്താ? അവൻ ചെയ്ത ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് അവൻ വട്ടം നോക്കിയില്ല. ആര് വന്നതും പോകുന്നതും ഒന്നും അവൻ ശ്രദ്ധിച്ചില്ല. അവൻ ആ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മലയാളം കേരള പാഠാവലിയുടെ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. പരീക്ഷയ്ക്ക് അത് വൃത്തിയായിട്ട് പഠിച്ചെഴുതണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.